മണ്ടയാണെങ്കിലും എന്റെ ചേച്ചിയായി പോയതേ. എനിക്ക് വേറെ ആരെയും കൂട്ടുപിടിക്കാനില്ലല്ലോ എക്സ്പെരിമെന്റ് ചെയ്യാനൊന്നും. ചെറിയ ഹെൽപ്പിന് വേണ്ടിട്ടാ. നമുക്ക് ചെയ്യാൻ തുടങ്ങാം. എവിടെ വെച്ചിട്ട് ചെയ്യുന്നേ? എന്റെ റൂമിൽ വെച്ചിട്ട് ചെയ്യാം. ഓക്കെ. താങ്ക് ചേച്ചി. ഇതാ ചേച്ചി എന്റെ എക്സ്പെരിമെന്റ്. അല്ല, ഇതിനിപ്പോ എന്തിനാ എന്റെ ആവശ്യം എന്ന് പറ. അതിപ്പോ ചേച്ചി ഇതിലേക്ക് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇടണം. അങ്ങനെ ഇട്ടാലോ? ശരിക്കും അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കണ പോലെ പൊട്ടിത്തെറിക്കേ. നീ എന്താടി എന്നെ കൊല്ലാൻ വന്നേക്കോണാ? ചേച്ചി ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ജസ്റ്റ് ഒന്ന് അഗ്നിപർവ്വതത്തിൽ നിന്ന് ലാവ വരുന്ന പോലെ ജസ്റ്റ് സ്പോയിൽ ആവും. ഒന്നും ഉണ്ടാവില്ല. എന്നിട്ട് വെറുതെ നീ എന്നെ വിളിച്ചോടുന്നത് ഇതിന് വേണ്ടിട്ടായിരുന്നല്ലേ? ഇപ്പൊ മനസ്സിലായി എന്നെ എന്തിനാ വിളിച്ചത്? കൊലക്ക് കൊടുക്കാനല്ലേ? ചേച്ചി അങ്ങനൊന്നും പറയില്ല. ചേച്ചി എന്നെ കൊലക്ക് കൊടുക്കോ? എനിക്ക് ചേച്ചിയെ കൊണ്ട് ഒരു ഉപകാരം ഇല്ലെങ്കിലും ചേച്ചി എന്റെ ചേച്ചിയല്ലേ എന്ന് കരുതി ഞാൻ നിനക്ക് വേണ്ടിട്ട് ഇതിലേക്ക് എന്താ പറഞ്ഞേ? പൊട്ടാസ്യം പെർമാംഗനേറ്റ്. അതെന്തോ സാധനം? അതിലേക്ക് ഇടണോ? എന്നിട്ട് പൊട്ടിത്തെറിക്കണം. എന്നിട്ട് എന്റെ മുഖം മുഴുവൻ കേടുവരണം. പിന്നെ അല്ലെങ്കിൽ ഐശ്വര്യ അല്ലേ? നീ പറഞ്ഞത് ശരിയടി. എനിക്കാണ് ഐശ്വര്യ പോലെ ഉണ്ടോ? എനിക്ക് ചിലപ്പോഴേക്ക് തോന്നിയിട്ടുണ്ട് കണ്ണാടിയിലൊക്കെ നോക്കുമ്പോ. ആണല്ലേ? അത് സത്യമാണല്ലേ? എനിക്ക് മനസ്സിലായത്. കളിയാക്കിയതെന്ന് പോലും മനസ്സിലാവാത്ത മണ്ട് ചേച്ചി. ഇതിമെങ്കിൽ പിടിച്ചു കേറിയാലോ? അതെ ചേച്ചി, ചേച്ചിയെ കാണാൻ ഐശ്വര്യ പോലെ തന്നെ ഉണ്ട്. താങ്ക് യു. ചേച്ചിക്ക് ഐശ്വര്യ പോലെ അത്ര ധൈര്യമില്ലല്ലോ. ഐശ്വര്യക്ക് ഭയങ്കര ധൈര്യമാണോ? പിന്നല്ലാതെ ഭയങ്കര ധൈര്യമാണേ. അത് തീയിലൂടെ ഒക്കെ നടന്നിട്ടുണ്ട് ആള്. ചേച്ചിക്ക് അറിയോ? ചേച്ചി സിനിമ കണ്ടിട്ടുണ്ടോ? തീയിലൂടെ നടക്കുന്നേ അങ്ങനെ ഒരു സിനിമ ഉണ്ടായിരുന്ന. ഇനിയിപ്പോ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ നാണം കെടും. കണ്ടെന്ന് പറയാം. അതെ അതെ, ഞാനും കണ്ടിട്ടുള്ള സിനിമ. ചേച്ചി മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ, വേറെ ആരും കണ്ടിട്ടുണ്ടാവില്ല. എന്താ നീ പറഞ്ഞേ? ഒന്നുമില്ല, ഞാൻ വിചാരിച്ചു ചേച്ചി സിനിമ കണ്ടിട്ടില്ലാന്ന്. അത് പറയായിരുന്നു. അപ്പൊ നീ എന്ത് പറഞ്ഞു വരുന്നേ? എനിക്ക് ധൈര്യമില്ലെന്നാണോ? നിനക്ക് തോന്നുന്നതാ. എനിക്ക് നല്ല ധൈര്യ മോളെ. നീ ധൈര്യം കാണാത്തോണ്ടല്ലേ? പിന്നെ ഒരു പൊട്ടാസ്യം പെർമാംഗനേറ്റ് കൊണ്ട് അതിലിടാൻ ചേച്ചിക്ക് വയ്യ. അപ്പൊ അത് ഞാൻ പൊട്ടിത്തെറിച്ച് എന്റെ മുഖത്തായല്ലോ. എങ്കിൽ ഐശ്വര്യയെ പോലെ ഇരിക്കുന്ന എന്റെ മുഖം കേട് വരില്ലേ? പപ്പടം പോലെ മുഖം ഇരിക്കുന്നത്. എന്നിട്ട് ഒരു അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. എന്താന്നാ പറഞ്ഞേ? ഒന്നുമില്ല, ചേച്ചിയുടെ മുഖം പപ്പടം പോലെ പൊടിഞ്ഞു പോകും തൊട്ടാലേ. എന്നെ കാണാൻ ഇത്രയും ഭംഗിയുണ്ടായിരുന്നു. ഇങ്ങോട്ട് നീ ഇത്രയും കാലത്തൊന്ന് പറയായിരുന്നേ. അത് പിന്നെ ചേച്ചി ഞാനത് പറയാൻ മറന്നു പോയതായിരുന്നു. ഇപ്പൊ എല്ലാം ഓർമ്മ വന്നു. വന്നോ തോന്നുന്നു. ചേച്ചി ബാ, നമുക്ക് പോയി നോക്കാം. ഇനിയിപ്പോ അവള് പോയി നോക്കണം. അതിനാവശ്യമൊന്നുമില്ല. ബാ ചേച്ചി, പോയി നോക്കിയേക്കാം. മുത്തശ്ശിയുടെ ചക്രമോള് എന്താ കഴിച്ചേ വരുന്നതിന് മുമ്പേ? മുത്തശ്ശി അമ്മയ്ക്ക് ചോറ് തന്നു. നിങ്ങൾ എന്താ കഴിച്ചേ? മുത്തശ്ശൻ ചോറ് തിന്നടാ. അല്ല മോളെ, നിങ്ങളല്ലേ വൈകുന്നേരം വരുള്ളൂ എന്ന് പറഞ്ഞേ? വൈകുന്നേരം ഏട്ടന് ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ തന്നെ കൊടുന്നാക്കി തന്നിട്ട് പോയി. ഏട്ടത്തി ഒരു കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നു. അമ്മയ്ക്കൊക്കെ എന്നോട് വലിയ കാര്യ. അമ്മ എന്നെ കൊണ്ട് ഒരു ജോലി അവിടെ എടുപ്പിക്കാറില്ല. എനിക്ക് ജോലിക്ക് പോകാനുള്ളതല്ലേ, മോളൊന്നും എടുക്കണ്ടെന്ന് പറയും എൻ്റെ അടുത്ത്. എന്നാലും നമ്മളെടുത്തു കൊടുക്കണ്ടേ? നമ്മുടെ അമ്മായിമ്മയല്ലേ? അതെ, അങ്ങനെ വേണം അമ്മായിമ്മമാരെ. അതെ. എന്നിട്ട് വേറെ കുറച്ചായല്ലോ ഉള്ളൂ. ചേച്ചി, അല്ല നീ അവർക്ക് കുടിക്കാനൊന്നും കൊടുത്തില്ലല്ലോ. എന്തേലും കൊണ്ടുവാ. ഞാനങ്ങ് മറന്നു. ഇപ്പൊ കൊണ്ടുവന്ന് വരാട്ടോ. അങ്ങനെ വേണം അമ്മായിമ്മമാരിത്ര. എന്നിട്ട് ഇവിടുത്തെ അമ്മായിമ്മ അടിപൊളിയാണല്ലോ. ആന്റി. മക്കളെ എവിടെയായിരുന്നു? എനിക്കൊരു എക്സ്പെരിമെന്റ് ചെയ്യാനുണ്ടായിരുന്നു. അത് ചെയ്യായിരുന്നു ഞങ്ങള്. വന്നല്ലോ ശല്യങ്ങള്. അങ്ങനെയൊന്നും സംസാരിക്കരുത്. അവർ നിന്റെ ചേച്ചിമാരാ, അത് മറക്കരുത് കേട്ടോ. അത് പിന്നെ എന്റെ മുത്തശ്ശിക്കേ ഞങ്ങളെ കണ്ണ് കണ്ടൂടാ. കണ്ണാട ഇപ്പൊ വെക്കാറില്ലല്ലോ, അതുകൊണ്ടാ. മോളെ ഒന്നും വിചാരിക്കല്ലേട്ടോ. അവള് അങ്ങനെയാ, മുഖത്ത് നോക്കി ഓരോന്ന് പറയും. അതൊന്നും കുഴപ്പമില്ല ആന്റി. ഞങ്ങൾ മുത്തശ്ശിയുടെ കയ്യിൽ ഇങ്ങനത്തെ ഓരോന്നും കേൾക്കുന്നതല്ലേ. ഇതൊന്നും അത്ര പുതുമയുള്ള കാര്യമൊന്നുമല്ല. അമ്മേ, ഞാൻ ചേച്ചിന്റെ അടുത്ത് പോട്ടെ. പൊന്നൂസേ, ചേച്ചിമാരുടെ വേണ്ടതൊന്നും പറയരുത് കേട്ടോ. അവർ നിന്റെ ചേച്ചിമാരാ. മോളെ പൊന്നൂസേ, ചേച്ചിമാരെ നീ പേടിക്കണ്ടാട്ടോ. നീ എന്താന്ന് വെച്ചാ പറഞ്ഞോ. അല്ല പൊന്നൂസ് എത്രയല്ല? നീയൊക്കെ എവിടുന്ന് ദേഷ്യം കൊണ്ടുവന്നത്? ഇപ്പൊ ഇവളെ കണ്ടപ്പോ നിന്റെ മനസ്സ് മാറിയോടി. നിങ്ങൾ എത്രയല്ല? കണ്ടിട്ട് 2ാം ക്ലാസ് പഠിക്കുന്ന പോലെയുണ്ട്. ഞാൻ 5th-ലും ചേച്ചി 7th-ലും. എനിക്ക് തോന്നുന്നു നിനക്കും മുത്തശ്ശിയെ പോലെ നല്ലതുപോലെ കണ്ണാട വെക്കേണ്ടതിരിക്കുന്നു. കണ്ണ് കാണുന്നില്ല അല്ലേ? ഞാനൊക്കെ കണ്ണാട വെച്ചിട്ട് എനിക്ക് നന്നായിട്ട് എല്ലാരും കാണുന്നുണ്ട്. നിങ്ങളുടെ കണ്ണാട വർക്ക് ചെയ്യുന്നില്ലേ? ഹലോ, ഞാൻ ഉദ്ദേശിച്ചതേ നിങ്ങൾ ഒന്ന് പൊക്കമില്ല. എനിക്ക് നന്നായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഒന്ന് പൊക്കമില്ലാത്ത കാര്യം. ഞാനേ 3rd സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്.
പൊക്കോണ്ട് സമ്മതിച്ചു. എന്റെ ചേച്ചിയെക്കാളും ഇല്ലല്ലോ. എന്തിനാ കൊച്ചിനോട് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്ന മിനി? കൈ നിന്നേ മേടിക്കൂട്ടോ മിനി. എന്റെ മുത്തശ്ശി, ഇത്രയും വയസ്സായില്ലേ, നിനക്ക് കണ്ണാടി വെച്ചൂടെ? ശരിക്കും കണ്ണ് കാണുന്നില്ലേ? അവളെ തുടങ്ങിയതല്ല. ഞാനല്ല, നിങ്ങളൊക്കെ തുടങ്ങി വെച്ചത്. ഓ, ഇപ്പൊ എല്ലാം എന്റെ തലയിലായോ? ഐ തിങ്ക് നമുക്ക് പരിചയപ്പെടാം. മൈ നെയിം ഈസ് വൃന്ദ. എന്നെ വീട്ടിൽ പൊന്നൂസ് എന്ന് വിളിക്കും. ഞാൻ നിങ്ങളെ ആദ്യമായിട്ട് കാണുന്നത്, പക്ഷെ കണ്ടപ്പോ തന്നെ എനിക്ക് നിങ്ങളോട് ദേഷ്യം തോന്നിയത്. ഐനി, മിനി, ഈ മിനിയെ കൊണ്ട് എന്റെ പേര് ലച്ചു. ചോദിച്ചോ? അല്ല, ഞാൻ പറഞ്ഞതാ. മുത്തശ്ശി, ഇവരോടൊന്നും സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. മുത്തശ്ശി ഫോണിലൂടെ എപ്പോഴും പറയാറില്ലേ ഇവർ ദുഷ്ടന്മാരാണെന്ന്? എനിക്ക് ഇവരെ ഇഷ്ടമല്ല. നിങ്ങൾ എപ്പോഴും എന്റെ മുത്തശ്ശിയെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് തന്നെയാ. എപ്പോ?